ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കലേക്ക് അയച്ചു ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിക്കുകയാണ്. ഈ ശിഷ്യന്മാർ ഈശോയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ഈശോ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ചോദ്യം ഈ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു. അപ്പൊ ഈശോ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ചെന്ന് യോഹന്നാൻ അറിയിക്കുക, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഈ സ്നാപകയോഹന്നാന് ഈശോയെ ഒരു സംശയം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന അനുസരിച്ച് സ്നാപകയോഹന്നാന്റെ സംശയമായിരുന്നില്ല ഈ ശിഷ്യന്മാരെ അവിടേക്ക് വിടാനായിട്ടുള്ള ഒരു കാരണം, മറിച്ച് ഈശോയില് ഈ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാർക്ക് ഒരു ഇടർച്ച തോന്നിയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാരും ഈശോയുടെ ശിഷ്യന്മാരും തമ്മിൽ പലപ്പോഴും ചില വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആരാണ് യഥാർത്ഥ മെസ്സിയ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ ഈ രണ്ട് ശിഷ്യന്മാരുടെ ഗണങ്ങളും തമ്മിൽ പലപ്പോഴും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാർക്ക് ഈശോയിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്നാപകയോഹന്നാൻ തന്നെ ഈ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കിലേക്ക് വിട്ടതാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അവിടെ പറയുകയാണ്, സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ അവർ ഒരുപാട് അത്ഭുതങ്ങളും കാണുന്നു. അപ്പൊ ഈശോ ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നിങ്ങളുടെ ഗുരുവിനെ ചെന്നറിയിക്കാൻ. അന്ധന്മാര് കാണുന്നു, ചെകിടന്മാർ ഇവിടെ കേൾക്കുന്നു, മുടന്തന്മാര് നടന്നു പോകുന്നു. എന്നിട്ട് ഈശോ ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാർ. നമ്മളൊരു ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് സംശയമില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ചുറ്റും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ വഴി ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഈശോ നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. ഇന്നത്തെ സുവിശേഷഭാഗമായി ചെയ്യുമ്പോൾ ദൈവത്തിൽ ഇടർച്ച തോന്നാതെ ഭംഗിയായിട്ട് ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.